ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ദിരാഗാന്ധിയുടെ ദീർഘകാല പ്രധാനമന്ത്രി എന്ന റെക്കോർഡ് മറികടന്നിരിക്കുകയാണ്. 2025 ജൂലൈ 25 അദ്ദേഹം പ്രധാനമന്ത്രിയായി 4078 ദിവസങ്ങൾ പൂർത്തിയാക്കുമ്പോൾ 4077 ദിവസങ്ങൾ പ്രധാനമന്ത്രി പദത്തിലിരുന്ന ഇന്ദിരാഗാന്ധിയുടെ റെക്കോർഡാണ് പഴങ്കഥയാക്കുന്നത്. ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു നിർണായക നാഴികക്കല്ലാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച വ്യക്തി എന്ന നിലയിൽ ജവഹർലാൽ നെഹ്റു മാത്രമാണ് ഇപ്പോൾ മോദിക്ക് മുന്നിലുള്ളത്. 6130 ദിവസങ്ങളായിരുന്നു നെഹ്റുവിന്റെ ഭരണകാലയളവ്. ഈ നേട്ടം നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ സുപ്രധാനമായ ഒരു ഘട്ടത്തെ അടയാളപ്പെടുത്തുന്നു. ഒപ്പം കഴിഞ്ഞ ഒരു ദശാബ്ദത്തിലേറെയായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അദ്ദേഹം ചെലുത്തിയ സ്വാധീനത്തെയും ഇത് എടുത്തു കാണിക്കുന്നു. നരേന്ദ്രമോദി 2014, 2019, 2024 വർഷങ്ങളിൽ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. തുടർച്ചയായി 3 പൊതു തിരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച് പ്രധാനമന്ത്രി പദത്തിലെത്തുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് അദ്ദേഹം. ഇതിനു മുമ്പ് ഈ നേട്ടം സ്വന്തമാക്കിയത് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു മാത്രമായിരുന്നു. നെഹ്റുവിന് ശേഷം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായി 3 തവണ പ്രധാനമന്ത്രിയാകുന്ന ആദ്യത്തെ വ്യക്തിയാണ് നരേന്ദ്രമോദി. ഇത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിന് ഇന്ത്യൻ ജനത നൽകുന്ന തുടർച്ചയായ അംഗീകാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. 1966 ജനുവരി 24 മുതൽ 1977 മാർച്ച് 24 വരെയായിരുന്നു ഇന്ദിരാഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നത്. ഒരു ദശാബ്ദത്തിലേറെ നീണ്ട അവരുടെ ഭരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നു. അടിയന്തരാവസ്ഥ ഉൾപ്പെടെയുള്ള പല നിർണായക സംഭവങ്ങൾക്കും അവർ സാക്ഷ്യം വഹിച്ചു. അവരുടെ റെക്കോർഡ് മറികടന്നതിലൂടെ നരേന്ദ്രമോദി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്റേതായ ഒരു സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ്. നരേന്ദ്രമോദിക്ക് സ്വന്തമായുള്ള ചില പ്രധാന റെക്കോർഡുകളിലൊന്നാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ജനിച്ച ആദ്യത്തെയും ഏക പ്രധാനമന്ത്രി എന്നുമുള്ളത്. 1950 ജനിച്ച അദ്ദേഹം സ്വതന്ത്ര ഇന്ത്യയുടെ പുതിയ തലമുറയുടെ പ്രതിനിധിയായാണ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത്. ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ യുഗത്തെയാണ് അടയാളപ്പെടുത്തുന്നത്. കൂടാതെ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി എന്ന റെക്കോർഡും മോദിക്കാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ദീർഘകാലം കോൺഗ്രസിന് ആധിപത്യമുണ്ടായിരുന്ന സാഹചര്യത്തിൽ ഈ റെക്കോർഡ് BJPയുടെയും NDAയുടെയും വളർച്ചയെയും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംഭവിച്ച മാറ്റങ്ങളെയും വ്യക്തമാക്കുന്നു. അതുപോലെ ഹിന്ദി സംസാരിക്കാത്ത ഒരു സംസ്ഥാനത്ത് നിന്ന് മത്സരിച്ച് വിജയിച്ച് ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ പ്രധാനമന്ത്രി എന്ന റെക്കോർഡും നരേന്ദ്രമോദിക്കാണ്. ഇത് അദ്ദേഹത്തിന്റെ ദേശീയ തലത്തിലുള്ള സ്വീകാര്യതയും വിവിധ ഭാഷാ വിഭാഗങ്ങൾക്കിടയിലുള്ള സ്വാധീനത്തെയും കാണിക്കുന്നു. ലോക്സഭയിൽ സ്വന്തമായി ഭൂരിപക്ഷം നേടിയ ഏക കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയും നരേന്ദ്രമോദിയാണ്. 2014ലെയും 2019ലെയും തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാനായത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിച്ചു. സഖ്യകക്ഷികളുടെ സഹായമില്ലാതെ ഭരണം നടത്താൻ ഒരു കോൺഗ്രസ് ഇതര പാർട്ടിയെ വ്യാപ്തമാക്കിയ ആദ്യത്തെ നേതാവെന്ന നിലയിൽ ഇത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ തന്ത്രജ്ഞതയുടെയും ജനകീയ അടിത്തറയുടെയും തെളിവാണ്. 1971 ഇന്ദിരാഗാന്ധിക്ക് ശേഷം പൂർണ്ണ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ തിരിച്ചെത്തുന്ന ആദ്യത്തെ സിറ്റിംഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. 2019ലെ തെരഞ്ഞെടുപ്പിൽ മുൻപത്തേതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ തിരിച്ചെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള NDA സർക്കാരിന് ജനങ്ങൾ നൽകിയ ശക്തമായ അംഗീകാരമായി കണക്കാക്കപ്പെടുന്നു. നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് രാഷ്ട്രീയ സ്വയം സേവക് സംഘിലെ പ്രവർത്തനങ്ങളിലൂടെയാണ്. RSSലെ ദീർഘകാല പ്രവർത്തന പരിചയം അദ്ദേഹത്തിന് സംഘടനാപരമായ അച്ചടക്കവും പ്രത്യയശാസ്ത്രപരമായ അടിത്തറയും നൽകി. പിന്നീട് അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വരികയും പാർട്ടി പ്രവർത്തനങ്ങളിലൂടെ ക്രമാനുഗതമായി ഉയർന്നു വരികയും ചെയ്തു. ഗുജറാത്ത് മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം കൈവരിച്ചുള്ള നേട്ടങ്ങൾ അദ്ദേഹത്തിന് ദേശീയ തലത്തിൽ ശ്രദ്ധ നേടിക്കൊടുത്തു. 2002, 2007, 2012 വർഷങ്ങളിൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം സംസ്ഥാനത്തെ വികസനത്തിലേക്ക് നയിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. ഈ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ അദ്ദേഹത്തിന്റെ ഭരണ മികവിനും ജനകീയ ആകർഷണത്തിനും തെളിവായി. ഒരേ പാർട്ടിയിൽ നിന്ന് തന്നെ 6 തവണ തെരഞ്ഞെടുപ്പ് വിജയിച്ച ഏക നേതാവ് നരേന്ദ്രമോദിയാണ്. 2002, 2007, 2012 വർഷങ്ങളിലെ ഗുജറാത്ത് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പുകളും 2014, 2019, 2024 വർഷങ്ങളിലെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പുകളുമാണ് അദ്ദേഹം വിജയിച്ചത്. ഇത് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് വിജയങ്ങളുടെ ഒരു പരമ്പരയെയാണ് കാണിക്കുന്നത്. കൂടാതെ ഒരു നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സ്ഥിരതയും ജനങ്ങൾക്കിടയിലുള്ള വിശ്വാസ്യതയും എടുത്തു കാണിക്കുന്നു. നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള വരവ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു വലിയ മാറ്റത്തിന് തുടക്കമിട്ടു. വികസനം, സദ്ഭരണം തുടങ്ങിയ ആശയങ്ങൾക്ക് ഊന്നൽ നൽകി അദ്ദേഹം വോട്ട് നേടി. സാമ്പത്തിക പരിഷ്കാരങ്ങൾ, അടിസ്ഥാന സൗകര്യ വികസനം, ഡിജിറ്റൽ ഇന്ത്യ, സ്വച്ഛ് ഭാരത് തുടങ്ങിയ പദ്ധതികൾക്ക് അദ്ദേഹം പ്രാധാന്യം നൽകി. GST നടപ്പിലാക്കിയത് രാജ്യത്തെ നികുതി സംവിധാനത്തെ ഏകീകരിക്കുന്നതിൽ ഒരു വലിയ ചുവടുവയ്പായിരുന്നു. നോട്ട് നിരോധനം പോലുള്ള കടുപ്പേറിയ തീരുമാനങ്ങളും അദ്ദേഹത്തിന്റെ ഭരണകാലത്തുണ്ടായി. ആയുഷ്മാൻ ഭാരത് പോലുള്ള ആരോഗ്യ പദ്ധതികൾ, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പോലുള്ള കർഷകർക്കുള്ള പദ്ധതികൾ എന്നിവയെല്ലാം സാധാരണ ജനങ്ങളിലേക്ക് സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ എത്തിക്കാൻ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു. അന്താരാഷ്ട്ര തലത്തിൽ നരേന്ദ്രമോദി ഇന്ത്യക്ക് ഒരു പുതിയ സ്ഥാനം നേടിക്കൊടുത്തു. വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിലും ആഗോള വേദികളിൽ ഇന്ത്യയുടെ ശബ്ദം ഉയർത്തുന്നതിലും അദ്ദേഹം വലിയ പങ്ക് വഹിച്ചു. വിവിധ രാജ്യങ്ങളുമായി വാണിജ്യ പ്രതിരോധ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയെ ഒരു പ്രധാന ആഗോള ശക്തിയായി ഉയർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചു. UN പൊതുസഭ, G20 ഉച്ചകോടികൾ, BRICS സമ്മേളനങ്ങൾ തുടങ്ങിയ അന്താരാഷ്ട്ര വേദികളിലെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ശ്രദ്ധേയമായിരുന്നു. നരേന്ദ്രമോദിയുടെ ഭരണകാലത്ത് നേട്ടങ്ങളും വെല്ലുവിളികളും നിറഞ്ഞതായിരുന്നു.
സാമ്പത്തിക വളർച്ച, സാമൂഹ്യക്ഷേമ പദ്ധതികൾ എന്നിവ അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ പ്രധാന ആകർഷണങ്ങളായിരുന്നുവെങ്കിലും തൊഴിലില്ലായ്മ, കർഷക പ്രശ്നങ്ങൾ, വർദ്ധിച്ചു വരുന്ന വർഗീയ ധ്രുവീകരണം തുടങ്ങിയ വിഷയങ്ങളിൽ വിമർശനങ്ങളും ഉയർന്നു വന്നു. ജനാധിപത്യ സ്ഥാപനങ്ങളുടെ സ്വയംഭരണത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ചിലപ്പോഴൊക്കെ പ്രകടിപ്പിക്കപ്പെട്ടു. എന്നിരുന്നാലും ഈ വെല്ലുവിളികൾക്കിടയിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച് അധികാരത്തിൽ തുടരുന്നത് അദ്ദേഹത്തിന്റെ ജനകീയ അടിത്തറയുടെയും വോട്ടർമാരുമായുള്ള ശക്തമായ ബന്ധത്തിന്റെയും തെളിവാണ്. നരേന്ദ്രമോദിയുടെ ദീർഘകാല ഭരണത്തിന്റെ മറ്റൊരു പ്രധാന സവിശേഷത അദ്ദേഹത്തിന്റെ ശക്തമായ പ്രതിച്ഛായയാണ്. ഒരു ദൃഢനിശ്ചയമുള്ള നേതാവെന്ന നിലയിൽ അദ്ദേഹം അറിയപ്പെടുന്നു. പ്രസംഗ വൈഭവവും ജനങ്ങളുമായി നേരിട്ട് സംവദിക്കാനുള്ള കഴിവും അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ പ്രധാന സവിശേഷതകളാണ്. മൻ കി ബാത് പോലുള്ള റേഡിയോ പരിപാടികളിലൂടെ അദ്ദേഹം സാധാരണ ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ടു. സോഷ്യൽ മീഡിയയുടെ കാര്യക്ഷമമായ ഉപയോഗവും അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ പ്രധാന ഘടകങ്ങളാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദി ഒരു പുതിയ മാതൃകയാണ് സ്ഥാപിച്ചത്. കോൺഗ്രസ് ഇതര പാർട്ടികൾക്ക് ദേശീയ തലത്തിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ ഭരണം നടത്താൻ കഴിയുമെന്ന് അദ്ദേഹം തെളിയിച്ചു. ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അധികാര സന്തുലനത്തിൽ ഒരു വലിയ മാറ്റമാണ് വരുത്തിയത്. പ്രതിപക്ഷത്തിന്റെ റോളിനെ കുറിച്ചും ഇന്ത്യൻ ജനാധിപത്യത്തിലെ വിവിധ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ഇത് വഴിയൊരുക്കി. ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഇന്ത്യയിൽ ഏറ്റവും അധികം കാലം പ്രധാനമന്ത്രി കസേരയിലിരുന്ന ഏക റെക്കോർഡ് സ്വന്തമാക്കിയതോടെ നരേന്ദ്രമോദി ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു പ്രമുഖ വ്യക്തിയായി മാറിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഭരണ നേട്ടങ്ങളും രാഷ്ട്രീയ തന്ത്രങ്ങളും വ്യക്തിപരമായ സ്വാധീനവും വരും തലമുറകൾക്ക് പഠന വിഷയമാകും. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഗതിയെയും ഭാവിയിലെ രാഷ്ട്രീയ പ്രവണതകളെയും ഇത് എങ്ങനെ സ്വാധീനിക്കുമെന്ന് കാലം തെളിയിക്കും. ഇന്ത്യയുടെ വികസന പാതയിലും അന്താരാഷ്ട്ര ബന്ധങ്ങളിലും സാമൂഹിക ഘടനയിലും അദ്ദേഹത്തിന്റെ ഭരണത്തിന് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നത് നിസ്തർക്കമാണ്. ഈ നേട്ടം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു നിർണായക ഘട്ടത്തെ അടയാളപ്പെടുത്തുന്നു. ഒപ്പം വരും വർഷങ്ങളിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ സ്വാധീനം തുടരുമെന്ന് സൂചിപ്പിക്കുന്നു.